सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 10वीं कक्षा की एक कहानी पढ़ेगी। कहानी का नाम है गुडली तो पराई है। गुडली तो पराई है समकालीन कथा लेखिका कनक शशि की एक कहानी है। प्रस्तुत कहानी के माध्यम से श्री कनक शशि जी ने समाज में नारियों पर होने वाली समस्याओं को बताने वाली कहानी है गुडली तो पराई है। आइए दोस्तों, इस कहानी का आशय ग्रहण ले। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഗുഡലി തോ പരായി ഹെ എന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഈ കഥയെ എഴുതിയ ആള് കനക് ശശിയാണ്. കനക് ശശി ഹിന്ദിയിലെ സമകാലീന എഴുത്തുകാരിൽ ഒരാളാണ്. ഈ കഥയിൽ കൂടി ശ്രീ കനക് ശശി സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥയെ എന്താണ്, കഥയുടെ ആശയം എന്താണ്, ഈ കഥയിൽ കൂടി എന്താണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക. ഗുഡലി തോ പരായി ഹെ, കനക് ശശി. ഗുഡലി തോ പരായി ഹെ. ഗുഡലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരാണ്. ഈ കഥയിലെ പ്രമുഖ കഥാപാത്രമാണ് ഗുഡലി. തോ പരായി ഹെ, പരായി അന്യൻ്റേത്. അപ്പം ഗുഡലി അന്യൻ്റേതാണ്. എന്തായിരിക്കും ലേഖിക അങ്ങനെ പറയുന്നത്? അപ്പം നമുക്ക് ഈ കഥ വായിക്കുമ്പോഴത്തേക്ക്, ഈ കഥ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും എന്തിനായിരിക്കും ലേഖിക ഇങ്ങനെ ഒരു തലക്കെട്ട് കഥയ്ക്ക് കൊടുത്തതെന്ന്. ഗുഡലി തോ പരായി ഹെ, ഗുഡലി അന്യൻ്റേത് എന്നാണ്. കനക് ശശി നോക്കാം നമുക്ക്. यूं तो बेडी बुआ गुडली को अच्छी लगती है. यूं तो बेडी बुआ वलियम्माई. बेडी बुआ शब्द का अर्थ है वलियम्माई. यूं तो बेडी बुआ गुडली को अच्छी लगती है. അപ്പോൾ നമുക്ക് ഗുഡലിക്ക് ഈ വലിയമ്മായിയെ ഇഷ്ടമാണ്. पर എന്നാൽ उनसे बात करना उसे कुछ खास पसंद नहीं. എന്നാൽ ഇവരോട് സംസാരിക്കുന്നതിൽ അവൾക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. വൈസെ ബാത്തേം അഗർ ഖാനെ की या ഉൻകെ ബച്പൻ की हो तो ठीक है. എന്നാൽ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിനെ പറ്റിയോ ഇല്ലെങ്കിൽ ആഹാരത്തിനെ പറ്റിയോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തിനെ പറ്റിയാണെങ്കിൽ ശരി. पर നസീഹത്തെ സത്ത് ഉപദേശം എന്നാണ് നസീഹത്തിൻ്റെ അർത്ഥം. അതായത് ഉപദേശിക്കുക, ഉപദേശം. അവരും ഉപദേശിക്കാറുണ്ട് നമ്മുടെ ഗുഡലിയെ. ഊഫ് ഐസ മത്ത് കരോ, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അവർ ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. നമുക്ക് ഉപദേശിക്കുന്നവരെ അത്ര ഇഷ്ടം കാണില്ല അല്ലേ കൂട്ടുകാരെ? നിങ്ങളും ഇതേപോലെ ആയിരിക്കും. ഉപദേശിക്കുന്നവരെ തീരെ ഇഷ്ടം കാണൂല. അവരെ കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ വലിയമ്മായിയും ഇതേപോലെയാണ്. ഗുഡലിയെ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. ഇനി എന്തൊക്കെയാണ് അവളോട് പറയുന്നത്, അവളെ ഉപദേശിക്കുന്നത് നമുക്ക് നോക്കാം. ऐसे പട്ട് മത്ത് പോലോ, ഇങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്ന് പറയും. ऐसे ദം മത്ത് ചലോ, ഇങ്ങനെ കുണുങ്ങി നടക്കരുത്. ഏക് ദിൻ ഗൽത്തി സേ ഉസ്നെ പൂച്ച് ഹി ലിയാ ക്യോ. അപ്പോൾ ഒരു ദിവസം അവൾ തെറ്റിദ്ധാരണ പോലെ, അല്ലെങ്കിൽ ഗൽത്തി തെറ്റിദ്ധാരണയോടുകൂടി. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ നടന്നാൽ എന്താണെന്ന് അവൾ എന്ത് ചെയ്തു ചോദിച്ചു. एक दिन गलती എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഗൽത്തി സേ ഉസ്നെ കുച്ച് ഹി ലിയാ ക്യോം, പൂച്ച് ഹി ലിയാ ക്യോം. അപ്പം ഒരു ദിവസം അവൾ ചോദിച്ചു എന്താണ് കാരണമെന്ന്. തോ ബസ് ശുരു ഹോ ഗയി, അത്രയും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് തുടങ്ങി. ശുരു ഹോ ഗയി, ശുരു ഹോനെ ആരംഭിക്കുക. അരേ ചോരി എന്ന് പറഞ്ഞാൽ മകളെ, മകൾ എന്നാണ് അർത്ഥം. ചോരി ശബ്ദക്കാർത്ത ഹെ മകൾ. ലോഗ് നാം തോ തേരി മാ കോ ഹി
രഹേഗി. അപ്പം നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാർ ആരെയാണ് കുറ്റം പറയുന്നത്? നിന്റെ അമ്മയായിരിക്കും, നിന്നെ ഒന്നും പറയില്ല. അപ്പോൾ വളർത്തിയവരെയായിരിക്കും പറയുന്നത്. കഹേങ്കെ കുച്ച് സിക്കായ ഹി നെഹിം, അവർ പറയും ഈ പെണ്ണിനെ, ഈ കൊച്ചിനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ऐसे ही करेगी, ऐसे ही करेगी क्या अपने घर जाकर. അപ്പം എന്താണ് ऐसे ही करेगे, ऐसे ही करेगे क्या अपने घर जाकर. അപ്പം എന്താണ്, ഇതൊക്കെയാണോ നിന്റെ വീട്ടിലുള്ളവർ പഠിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും എന്ന്. ഗുഡലി ബോലി, അപ്പോൾ ഗുഡലി പറഞ്ഞു അപ്പനാഗർ, അപ്പനാഗർ എൻ്റെ വീടോ, യഹി തോ ഹേ മേരാ ഘർ, ഇതല്ലേ എൻ്റെ വീട്. ജഹാം മേം പൈദാ ഹുയി, ഇവിടെയാണല്ലോ ഞാൻ ജനിച്ചത്. പൈദാ ഹുയി, ജനിച്ചത്. ബുവ ഹസ്കെ ബോലി, അപ്പോൾ അമ്മായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ന ചിരിക്കുക, ഹസ്കെ ബോലി അരി ബേവക്കൂഫ്, ബേവക്കൂഫ് വിഡ്ഡി എന്നാണ്, ഫൂൾ. യഹ് ഘർ തോ പരായ ഹൈ, ഇത് അന്യൻ്റെ വീടാണ്, ഇത് നിന്റെ വീടല്ല. ബാക്കി ലड़कियों की तरफ तू भी किसी और की അമാനത്ത് ഹേ, മറ്റുള്ള പെൺകുട്ടികളെ പോലെ നീ അന്യൻ്റെ സ്വത്താണ്. അമാനത്ത്, സ്വത്ത്. സസുരാൽ ഹി തോ അസലി ഘർ ഹോഗ, നിന്റെ വീട് എന്ന് പറയുന്നത് നീ കല്യാണം കഴിച്ചു പോകുന്നത് നിന്റെ അമ്മായിയുടെ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ്റെ വീടാണ്. അതാണ് നിന്റെ യഥാർത്ഥ വീട്. ഈ വീട് നിനക്ക് അന്യൻ്റെ വീടാണ് എന്നാണ് പറയുന്നത്. ജൈസെ ദേഖ് പൈദാ തോ മെയിം ഹി ഇസി ഘർ മെയിം ഹുയി, എങ്ങനെയാണോ ഞാൻ ഈ വീട്ടിലല്ലേ ജനിച്ചത്. പർ അബ് തേരെ ഫുഫാജി, അങ്ങനെ എനിക്ക് നോക്കൂ, നിന്റെ അമ്മാവനെ നോക്കൂ, ഫുഫാജി അമ്മാവൻ, അമ്മാവൻ ഘർ ഹി മേരാ ഘർ ഹെ, നിന്റെ അമ്മാവൻ്റെ വീടാണ് എൻ്റെ വീട് എന്ന് അവർ പറയുകയാണ്. ഗുഡലിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടികൾക്ക് അവർ ജനിച്ച വീട് അന്യൻ്റെ വീട് പോലെയാണ്, അവരിനി കല്യാണം കഴിഞ്ഞ് പോകുന്ന വീടാണ് അവരുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനൊരു ഉദാഹരണവും അവരെന്നെ പറഞ്ഞു കൊടുത്ത്, നോക്കൂ നിന്റെ അമ്മാവൻ്റെ വീടാണ് എൻ്റെ വീട് എന്ന് പറയണം. കൊച്ചു സമച്ചി, എന്തെങ്കിലും മനസ്സിലായോ, കുറച്ച് മനസ്സിലായോ നിനക്ക് ഞാൻ പറഞ്ഞെന്ന കാര്യം? കൊച്ചു സമച്ചി, എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഗുഡലി ടുനക്ക് കെ ബോലി, അപ്പോൾ അവൾ എന്താണ് ഒരു നീരസത്തോടുകൂടി പറഞ്ഞു, മെയ് നഹിം മാൻതി, എനിക്കിത് അംഗീകരിക്കാൻ പറ്റൂല. മെയ് നഹിം മാൻതി ഓർ ബാഹർ ചലി ഗയി, ഇത് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, പുറത്തോട്ട് പോയി. പീച്ചെ സെ ബുവാക്കി ആവാസ് സുനായി ദേ, അപ്പം പുറകിൽ നിന്ന് വീണ്ടും അമ്മായിയുടെ സൗണ്ട് കേട്ടു. ആവാസ് ഒച്ച, സുനായി ദേ. 14 की हो गई पर അക്കൽ നഹിം ആയി ചോരിക്കോ. 14 വയസ്സായി, എന്നിട്ട് അവൾക്ക് അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി വന്നില്ല, ഈ പെണ്ണിന് ബുദ്ധി വന്നില്ല, ഈ കുട്ടിക്ക് ബുദ്ധി വന്നില്ല എന്നൊക്കെ പറയുകയാണ്. ആര്? അമ്മായി. മാ ബോലി, അപ്പോൾ അമ്മ പറഞ്ഞു, മാ ബോലി ബച്പൻ ഹേ ദീദി സമച്ച് ജായേഗി, കുട്ടിയല്ലേ അവൾക്ക് പിന്നെ എല്ലാം മനസ്സിലായിക്കോളും. ദീദി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദീദി എന്ന് പറഞ്ഞ വാക്കൊന്ന്, ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി. അപ്പം മാ ബോലി, അവളുടെ അമ്മ പറഞ്ഞു, ഗുഡലിയുടെ അമ്മ പറഞ്ഞു, മാ ബോലി ബച്പൻ ഹേ ദീദി, കുട്ടിയല്ലേ, കുട്ടിക്കാലമല്ലേ, സമച്ച് ജായേഗി, പിന്നെ അവൾക്ക് മനസ്സിലായിക്കോളും. മാക്കോ बुआ का साथ देता देख गुडली गुस्से के साथ उदास भी हो गई और सीटियों पर बैठ गई. മാക്കോ ബുവാക്ക സാത്ത്, അപ്പം അമ്മയെ വലിയമ്മായിയുടെ കൂടെ കണ്ടപ്പോഴത്തേക്ക് ദേക്ക് ഗുഡലി ഗുസ്സേ കെ സാത്ത്, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഗുസ്സേ കെ സാത്ത് ഉദാസ് എന്ന് പറഞ്ഞാൽ ദുഃഖിതയുമായി ഭി ഹോ ഗയി ഓർ സീറ്റിയും എന്നൊരു സ്റ്റെപ്പ്, പടികൾ, സീറ്റിയും പർ ബൈറ്റ് ഗയി, അവൾ പടിയിൽ ഇരുന്നു. സോച്ചത്തി എന്നിട്ട് അവൾ ചിന്തിച്ചു. സോച്ചത്തി യഹി ക്യാ യഹ് ഘർ ഉൻകാ നഹിം, അവൾ ചിന്തിച്ചു, എന്താ ഈ വീട് എൻ്റേതല്ലേ? ക്യാ ഉസ്കെ ആം की कैरियाम वो कभी नहीं खा जाएगी. क्या उसके आम की कैरियाम वो भी नहीं खा पाएगी. അങ്ങനെയാണെങ്കിൽ ഈ മാങ്ങ, ഈ ഇവിടെയുള്ള എൻ്റെ മാവിൻ തോപ്പിലുള്ള മാങ്ങകളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ആം കി കാരിയാം ഓ കബി നഹിം ഖാ പായേഗി, അപ്പോൾ ഇവിടെയുള്ള ഈ മാങ്ങകളൊന്നും, ഈ മാവിൻ തോപ്പിലുള്ള മാങ്ങകളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റൂലേ.
ഉസ്കാ കുത്ത നാനു ബി ഉസ്കാ നഹിം. അപ്പം ഇവിടെ വീട്ടിലുള്ള പട്ടി നാനുവും എൻ്റേതല്ലേ. ബഗീച്ചേമേയും ഉസ്കി ബനായി ക്യാരിയം, പൂന്തോട്ടം, അതേപോലെ മച്ചലിയും മീനുകൾ, കേലി താലാബ്, അപ്പം ഇതിന് വേണ്ടിയുള്ള മീനിന് വേണ്ടിയുള്ള അപ്പം പൂന്തോട്ടം, മീനുകൾക്ക് വേണ്ടിയുള്ള കുളം, ക്യാ വേ ഭി ഉസ്കാ നഹിം, ഇതൊന്നും എൻ്റേതല്ലേ. ഇത്തനെമേയും മാ ഉസെ ഢൂണ്ട്തി വഹി മാ പഹുഞ്ചി. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് പടിയിലിരുന്ന ആ സമയത്ത് അമ്മ അവളെ അന്വേഷിച്ച് വന്നു. ഢൂണ്ടിന അന്വേഷിച്ച് അവിടെ എത്തിച്ചേർന്നു. ഗുഡ്ലി കോ ഉദാസ് ദേക്ക് ഗലെ ലഗാക്കർ ബോലി. അപ്പോൾ അവൾ ദുഃഖിതയായി ഇരുന്ന് കണ്ടപ്പോൾ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് വന്നിട്ട് പറഞ്ഞു, ബേട്ടാ ബുവാക്കി ബാത്ത് കാ ബുരാ മത്ത് മാന. മോളെ, വലിയമ്മായി പറഞ്ഞ കാര്യം, അമ്മായി പറഞ്ഞ കാര്യം നീ തെറ്റായിട്ട് എടുക്കണ്ട. और जो कल होना है उसे लेकर आज क्यों പരേശാൻ ഹോന. അത് നാളെ നടക്കാൻ പോകുന്നതല്ലേ, അതിനെപ്പറ്റി ചിന്തിച്ച് ഇപ്പോൾ എന്തിനാണ് വ്യാകുലതപ്പെടുന്നത്? പരേശാൻ, വ്യാകുലത. ഏ ദിൻ ഫിർ ലൗട്ട് കെ നഹിം ആനെ വാലെ ഹെ ഇനേം ജീ ഭർ കെ ജീലോ. അപ്പം ഈ സമയം ഇനി പിന്നീട് കിട്ടൂല. അപ്പം ഇപ്പം നീ എന്ത് ചെയ്യുക? സന്തോഷിച്ച് ജീവിക്കുക എന്ന് പറയണം. മാക്കി ബാത്തോം സെ ഗുഡ്ലി ഓർ ഭി ഹദാശ് ഹോ ഗയി. അപ്പം അമ്മ പറഞ്ഞ ഈ ഇത് കേട്ടപ്പോഴത്തേക്ക്, അതായത് ഇന്നത്തെ സമയം വീണ്ടും കിട്ടൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ വീണ്ടും ഒന്നും കൂടി ദുഃഖിതയായി, കുറച്ചും കൂടി ദുഃഖിതയായി. ലഗ ജൈസെ ഉസ്കെ പൈരോം കെ നീച്ചെ സെ ജമീൻ ഗീഞ്ച് ലി ഗയി ഹോ. അതായത് അവളുടെ കാൽപാദത്തിലുള്ള മണ്ണ്, ജമീൻ ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഉസെ യാദ് ആയ, അവൾക്ക് ഓർമ്മ വന്നു. പിച്ചലെ സാൽ ദീദി കി ഷാദി ഹെ. കഴിഞ്ഞ വർഷം ചേച്ചിയുടെ കല്യാണമായിരുന്നു. സാൽ ദീദി കി ഷാദിമേയും സബ് കിത്തനെ ഖുഷ്ദെ. എല്ലാവരും എന്ത് സന്തോഷമുള്ളവരായിരുന്നു. ഗർ മെഹമാനോം സെ ഭരാദ. വീട് അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. മെഹമാൻ, അതിഥികളെ കൊണ്ട്. സാരെ ബേച്ചാരെ ചച്ചേരെ മമ്മേരെ ഭായി ബഹൻ ആയേ ഹുയേദേ. അപ്പം ചെറിയച്ഛൻ്റെയും വലിയച്ഛൻ്റെയും ഒക്കെ എല്ലാവരും സഹോദരന്മാരും എല്ലാവരും വന്നിരുന്നു. ഗുഡ്ലി ബി കിത്തിനി ഖുഷീദി. അപ്പം ഞാനും എത്ര സന്തോഷവതിയായിരുന്നു. കൊയ് രോക്ക് ടോക്ക് നഹിം. ആരും ഒന്നും തടയാനും ഒന്നുമില്ലായിരുന്നു. ബസ് ഫുൾ മസ്തീദി. അപ്പം എന്താണ്, സന്തോഷമായിരുന്നു, ഹാപ്പി ആയിരുന്നു അന്ന് ആ കല്യാണത്തിൻ്റെ ആ സമയത്ത്. ഇസി ബീച്ച് ഷാദി കെ കാർഡ് ചപ്കെ ആയെ. ആ സമയത്താണ് കാർഡ് അടിച്ചു കൊണ്ടുവന്നത്. ഗുഡ്ലി ബെഡി ഉത്സുകതി. അപ്പം ഗുഡ്ലി എന്താണ്, വളരെ ഉത്സുകയായിരുന്നു അതൊക്കെ അറിയാൻ വേണ്ടി, കാർഡിനെ പറ്റി, ആ കല്യാണ ലെറ്ററിനെ പറ്റി. ജൈസെ തൈസെ പൂജ പാട് കെ ബാദ് കാർഡ് ഹാത്ത് മേയും ആയാ തോ ഗുഡ്ലി കെ മുഹ് ഉദർ ഗയ. അപ്പം പൂജയുടെ സമയം കഴിഞ്ഞിട്ട് ആ കാർഡ് ഗുഡ്ലിയുടെ കയ്യിൽ കിട്ടിയപ്പം അവൾ ദുഃഖിതയായി. വഹ് താവൂജി കെ പാസ് ജാക്കർ ബോലി. താവൂജി അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ജാക്കർ ബോലി ദേഖിയെ ഭയ്യ മേരാ നാം കാർഡ് മേയും ചപ്പുവാന ഫൂൾ ഗയ. നോക്കൂ, എൻ്റെ പേര് ഈ കാർഡിൽ എഴുതാൻ മറന്നു പോയിരിക്കുന്നു. താവൂജി ബോലെ. അപ്പോഴത്തേക്ക് അമ്മാവൻ പറഞ്ഞു, फूला नहीं और अपने घर की ചോരിയോം കെ നാം കാർഡ് പർ നഹിം ചപ്പാത്തെ. അതായത് ഈ വീട്ടിലുള്ള മകളുടെ അതായത് പെൺകുട്ടികളുടെ പേര് ഇതിൽ എഴുതാറില്ല. ഗുഡ്ലി പർ താവൂജി ഉസ്മേം ഭായിയ കെ ചോटे से बेटे का भी नाम है जो अभी बोल भी नहीं सकता तो मेरा. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും ചെറിയ ആ സഹോദരന്മാരെ പേര് വരെ ഉണ്ടല്ലോ. എന്നിട്ട് എന്താണ് എൻ്റെ പേര്? നെഹിം സക്താത്തോ മേര. അപ്പോൾ ഇവരെല്ലാം പേരുണ്ട്, എന്നിട്ട് എൻ്റെ പേര് എഴുതിയിട്ടില്ല. അവൾ അമ്മാവനോട് ചോദിച്ചു, തോ ക്യാ ഹുവ, എന്നാൽ എന്താണ്? തേരാ നാം തേരെ അപ്പനെ കാർഡുമേയും ചപ്പേഗ യഹാം നെഹിം. നിനക്കായിട്ട് ഒരു കാർഡ് ഉണ്ടാവും, ആ കാർഡിൽ നിൻ്റെ പേര് എഴുതും. അബ് ചൽ ഭാഗ് യഹാം സെ.
ഒന്ന് അമ്മാവൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പോന്നി ഗുഡലി രോനെ ലഗി, ഗുഡലിക്ക് കരച്ചിൽ വന്നു. തോ ബുവാനെ ടാണ്ട, ബുവ അമ്മായി അവളെ വഴക്ക് പറഞ്ഞു. ടാണ്ടന വഴക്ക് പറയാം. ക്യാ ഷാദി കെ ഘർമയും മനഹൂസിയത്ത് ഫയൽ. ഇപ്പം കല്യാണ വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ തബി മാനെ അപ്പനെ ഹാത്ത് സെ ഉസ്കാ നാം കാർഡ് പേ ലിഖ് ദിയ ഏ അക്ഷർ ചപ്പായി ജൈസെ നഹിംദെ. അപ്പം എന്ത് ചെയ്തു, അമ്മ വന്നു അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവരുടെ പേര് ആ കാർഡിൽ എഴുതി. ഫിർ ഭി ഗുഡലി മാ കെ പ്യാർ സെ മാൻ ഗയി. അപ്പം അമ്മയുടെ സ്നേഹം അവൾക്ക് മനസ്സിലായി, അത് അംഗീകരിച്ചു. पर अब तो हद हो गई और गुडली चुप रहने वालों में से नहीं है. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഗുഡലി ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന, എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന അവളെ പോലെ, പെൺകുട്ടികളെ പോലെ അല്ലായിരുന്നു. അവൾ ഓരോ കാര്യവും ചോദിക്കുമായിരുന്നു. വോ അപ്പിനി ദീദി കെ സാത്ത് ബിദായ മസേദാർ ദിനോം കി യാദ് കർണേ ലഗി. അപ്പോൾ അവളുടെ ചേച്ചിയുടെ കൂടെ കഴിച്ചു കൂട്ടിയ ഓരോ കാലവും അവൾ ഓർമ്മിച്ചു. ചേച്ചിയുടെ കല്യാണമാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത്. സാത്ത് സാത്ത് കഹാനിയാം പഠന. അപ്പം ചേച്ചിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഥ വായിക്കുന്നത്, ഗാന പാട്ട് പാടുന്നത്, ചിത്ര ബനാന അതേപോലെ ചിത്രം വരയ്ക്കുന്നത്, മസ്തി കർണ പിന്നെ ഉല്ലസിച്ച് കളിച്ച് ചിരിച്ച് നടക്കുന്നത്, ഓർ ഗൂബ് ഹസ്ന വളരെയധികം ചിരിക്കുന്ന കാര്യം. പർ ഷാദി കെ 3 दिन बाद जब दीदी घर आई तो ഏകദം ബദൽ ചുക്കി ദി. എന്നാൽ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം വീട്ടിലെ അവസ്ഥ തന്നെ മാറി. पहले जैसे मस्ती खोर ना बातूनी अब वो साड़ी पहन സിമട്ടി രഹിനെ ലഗീതി. അപ്പോൾ ആ ചേച്ചി കല്യാണം കഴിച്ച കല്യാണ സമയത്ത് സാരിയൊക്കെ കൊടുത്ത് ഒരു യുവതിയായി അതിൻ്റെ നാണത്തിൽ നിൽക്കുന്ന രഹിനെ ലഗി. और जिस भाई को वो നക്കഡു कहकर ബുലാത്തി ദി. ഭായി സഹോദരന് നക്കഡു എന്നാണ് വിളിക്കുന്നത്. ഉസേ അബു ഭയ്യ കഹിനെ ലഗി. അപ്പോൾ ഇന്ന് ഭയ്യ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നക്കഡു എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് കല്യാണ സമയത്ത് ചേച്ചി അങ്ങനെ വിളിക്കുക. ഹാലാഗി ഷാദി തോ ഭയ്യ की भी हुई है पर वो अब भी अपने दोस्तों के साथ ക്രിക്കറ്റ് खेलता है. അപ്പം ഭയ്യ എന്താണ് ചെയ്യുന്നത്, കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും കളിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. ഖാനെ മേയും നഖരെ അബ് पहने से भी ज़्यादा करने लगा है और वो अभी भी दीदी को चूहिया बुलाता है. ചൂഹിയ എലി എന്നാണ് വിളിക്കുന്നത്. ചൂഹിയ ബുലാത്ത ഹെ. ഇപ്പോഴും ഭയ്യ എന്താണ്, ചൂഹിയ എന്നാണ് ചേച്ചി വിളിക്കുന്നത്. പക്ഷേ ചേച്ചിയുടെ ടോണൊക്കെ മാറിയിരിക്കുന്നു. ചേച്ചി ഇപ്പം ഭയ്യ എന്നാണ് വിളിക്കുന്നത്, നക്കഡു എന്നല്ല വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ചേച്ചി ഇപ്പം വലിയ ആളായി കല്യാണം കഴിഞ്ഞ് പോകാൻ പോവുകയാണ്. ആ അവസരത്തിൽ മനസ്സിലായി. और वो अभी भी दीदी को चूहिया बुलाता है. सब कुछ कितना ऊट पटाग है. देर रात तक यही सब सोचती रही ഗുഡലി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ ചേച്ചിക്ക് വന്ന മാറ്റവും വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞതും ആ കാര്യങ്ങൾ ഓരോന്നും ഗുഡലി രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചു. ഫിർ കുച്ച് സോച്ച് മുസ്കുരായി ഓർ സോ ഗയി. പിന്നെ അതിനൊക്കെ പറ്റി ആലോചിച്ച് അവൾ തന്നെ സ്വയം ചിരിച്ചു. മുസ്കുരാന പുഞ്ചിരിക്കുക. ഓർ സോ ഗയി. എന്നിട്ട് അവൾ ഉറങ്ങിപ്പോയി. സുബ ഗുഡലി ഉടി
നേരം വെളുത്തപ്പോഴത്തേക്ക് ഗുഡ്ലി ഉണർന്നു. और समय से काफ़ी पहले ही स्कूൾ के लिए तैयार हो गई. അപ്പോൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പ് എന്നത്തേക്കാളും കുറച്ചും കൂടി നേരത്തെ അവൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു. और खिड़की से बगीचे को निहारने लगी. അപ്പം ജനൽ വഴി खिड़की ജനൽ बगीचे को निहारने लगी. निहारना നോക്കുക, निहारने लगी. तभी पाप आए और बोले. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. पाप बोले बेटा आज पौधे को पानी नहीं पिलाया क्या? ഇന്ന് ചെടികൾക്ക് വെള്ളം നനച്ചില്ലേ? അതാണ് അച്ഛൻ വന്ന് ചോദിച്ചതാണ്. ബേട്ടാ അപ്പം പറഞ്ഞതാണ്, അച്ഛൻ വന്ന് പറഞ്ഞു ബേട്ടാ എന്താണ് ഇന്ന് ചെടി നനച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ. നക്കടു മത്ലബ് ഭയ്യ സേ കഹോ. അപ്പം പറഞ്ഞതാണ് ഭയ്യയുടെ അടുത്ത് പറയൂ, ചേട്ടൻ്റെ അടുത്ത് പറയൂ, അല്ലെങ്കിൽ സഹോദരൻ്റെ അടുത്ത് പറയൂ എന്ന് പറഞ്ഞു. യഹ് സബ് ഉസ്കാ ഹെ, ഇത് മുഴുവനും അവൻ്റെതല്ലേ. തോ വഹി കരെ, അവൻ ചെയ്തുകൊള്ളും. ഓർ വൈസേ ഭി മെയും തോ പരായ ധനം. നേരത്തെ പറഞ്ഞല്ലോ, ഞാനെന്ന് വെച്ചാൽ എന്താണ്, അന്യൻ്റെ സ്വത്താണ്. ഗുഡ്ലി തപാക് സെ ബോലെ, നിരസിച്ചുകൊണ്ട് ഗുഡ്ലി പറഞ്ഞു. തബി ചൗക്കേ സെ തായിജിക്ക് ആവാസായി. അപ്പം അമ്മാവൻ്റെ ഒച്ച കേട്ടു. ഗുഡ്ലി അപ്പനെ താവൂജിക്കോ ചായ് ദേ. അപ്പം എന്താണ് പറഞ്ഞത്, അപ്പനെ താവൂജിക്കോ ചായ് ദേ, ചായ കൊണ്ടുപോകാന്ന് പറഞ്ഞ അമ്മാവൻ്റെ വിളി കേട്ടു. ഗുഡ്ലി ധീരെ ധീരെ ചൗക്കേക്ക് ദഹ്ലീജ് തക്ക് ഗയി ഓർ ബോലി ദേക്കിയേ തായി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വന്നു. എന്നിട്ട് അമ്മാവൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു ദേക്കിയേ തായിജി മെയും പരായി ഹും യാനി മെഹമാൻ മുജിസെ കാം കർവാന കുച്ച് അച്ചി ബാത്ത് നഹിം ഹെ. ഞാനെന്ന് വെച്ചാൽ അന്യൻ്റേതാണ്. അപ്പം ഞാൻ ഈ വീട്ടിൽ അതിഥിയെ പോലെയാണ്. അപ്പോൾ അതിഥിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞു. തായിജീനെ ഗുഡ്ലി की तरफ देखा और हा कह ചായ ദേനെ ചലി ഗയി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ചായ എടുക്കാൻ വേണ്ടി പോയി. മാ ഗുഡ്ലി കോ അബി टिफ़िन पैक करने को बोलने वाली थी. അപ്പോൾ ആ സമയത്ത് അമ്മ ടിഫിൻ പാക്ക് ചെയ്യുന്ന കാര്യം പറയുന്നു. पर वह सब सुनकर खुद ही करने लगी. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു, സ്വയം ചെയ്തു. തബി ഭയ്യ ആകയ. അപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു, സഹോദരൻ വന്നു. ഗുഡ്ലിയ അപ്പനെ നാനുക്കോ ഖാന നഹിം ദിയ. അപ്പം നാനുവിന് ആഹാരം കൊടുത്തില്ല എന്ന് ചോദിക്കുകയാണ്. ദേക്കോ भाई साहब आप कुल दीपक हो. यह घर यह बगीचा और यह नानू तब आपका ही है तो बेहतर होगा आप भी इस सबकी देखभाल करो. അപ്പോൾ ഈ വീടിലുള്ള സഹോദരൻ, ഈ വീടിലെ പൂന്തോട്ടമെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ എല്ലാം നിങ്ങളാണ് നോക്കാനുള്ളത്. ദേഖ് ഭാൽ കരോ എന്ന് പറഞ്ഞു. ഓർ വൈസേ വി മെയിം തോ പരായി അമാനത്ത് ഹും. ഞാനെന്ന് പറഞ്ഞ അന്യൻ്റെ സ്വത്താണ്. സബ് മുഹ് ബായെ ഗുഡ്ലി കോ ദേഖ്തേ രഹേ और ഗുഡ്ലി टिफ़िन बैग उड़ाकर स्कूल के लिए चल दी. അപ്പോൾ എന്നും പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, അവൻ ടിഫിൻ ബോക്സും എടുത്തു. എന്നിട്ട് അവൾ സ്കൂളിലോട്ട് പോയി. അപ്പോൾ കൂട്ടുകാരെ മനസ്സിലായി കാണും ഈ കഥയുടെ ആശയം. അതായത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവൾ സ്വന്തം വീട്ടിൽ, അവൾ ജനിച്ചു വളർന്ന വീട് എന്ന് പറഞ്ഞാൽ അന്യൻ്റെ വീട് പോലെയാണ്. അവളുടെ യഥാർത്ഥ വീട് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീടാണ് എന്നുള്ള കാര്യം മുമ്പ് തൊട്ടേ നമ്മുടെ പൂർവജന്മാരാൽ പറയപ്പെട്ട കാര്യമാണ്. പെൺകുട്ടികളുടെ ഒരു ദയനീയ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ കൂടെ നമ്മുടെ ലേഖിക പറയുന്നത് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉള്ള ഓരോ സംഭവങ്ങളാണ്. അതായത് ഒരു പെൺകുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കപ്പെടുന്നു. അതുപോലെ വിവാഹശേഷം അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ചിലപ്പോൾ സുഖസമൃദ്ധമായ ജീവിതമല്ലായിരിക്കും അവൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്നത്.
അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ പെണ്ണുങ്ങൾ നേരിടുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് എഴുതപ്പെട്ട ഒരു കഥയാണ് ഇത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഥയുടെ ആശയം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാർ ഈ കഥയുടെ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക. അങ്ങനെ ലൈക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എത്തുകയും അവരത് കാണുകയും ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഏവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.